എപ്പോഴും ഒരു ക്ഷീണം തോന്നാറുണ്ടോ? ചില ദിവസങ്ങളിൽ തലവേദനയും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ORS സൊല്യൂഷൻ ആണോ കഴിക്കാറ്? ശരിക്കും നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ് ഇലക്ട്രോലൈറ്റ്സ്? അതായത് സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം പോലുള്ള ചില മിനറൽസിനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഒഴിവാക്കാനും നമ്മുടെ നെർവ്സിനെയും അതുപോലെ തന്നെ മസിൽസിനെയൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും സഹായിക്കും. സാധാരണ വിയർക്കുമ്പോൾ, ഛർദ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ വയറിളകുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാറ്. നിങ്ങളൊരു നോർമൽ ഡേ ടു ഡേ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓർ ചെറിയൊരു നടത്തം അല്ലെങ്കിൽ ഒരു ജിം പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ ദിവസവും ഈ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ കഴിക്കേണ്ട ആവശ്യമില്ല. അതിനു പകരം പച്ചവെള്ളം തന്നെ ധാരാളം. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ കഴിക്കേണ്ടത്? നന്നായിട്ട് വിയർക്കുമ്പോൾ, അതായത് വല്ല സ്പോർട്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഈ പനി, വയറിളക്കം അല്ലെങ്കിൽ ഛർദി, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ORS സൊല്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാറ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനൊരു ഹിഡൻ പ്രോബ്ലം ഉണ്ട്. അതാണ് ഷുഗർ ആൻഡ് ഓവർ യൂസ്. പല കൊമേഴ്ഷ്യൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനുകളിലും ഷുഗറിൻ്റെ അളവ് വളരെ അധികമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിനെ മിമിക് ചെയ്യുന്നത് പോലെയും ആവാം. ദിവസവും ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ കലോറി കൂടാനും പിന്നീട് ബ്ലഡ് ഷുഗർ ലെവൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനൊരു എനർജി ബൂസ്റ്ററായിട്ടൊന്നും ആരും കാണണ്ട. ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ORS സൊല്യൂഷൻ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കുക. അല്ലാത്ത പക്ഷം വെള്ളം കുടിച്ചാൽ മതി.